PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണ് കേട്ടോ. കബനി നദി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. ഈ കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ്. ഓക്കെ ആണല്ലോ. ഇനി കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമുണ്ട്. അതേതാണ്? കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോള ദേശീയോദ്യാനം. നാഗർഹോള ദേശീയോദ്യാനം കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് കബനി. കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ്? നാഗർഹോള ദേശീയോദ്യാനമാണ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായി. ഗൗരി ലക്ഷ്മിഭായി. ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? അദ്ദേഹമാണ് ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂർ ഭരിച്ച ആദ്യ വനിതാ ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാലും ഉത്തരം റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരിയും ഗൗരി ലക്ഷ്മിഭായി ആണ്. ഈ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പുത്രനാണ് സ്വാതി തിരുനാൾ കേട്ടോ. സ്വാതി തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പുത്രനാണ് സ്വാതി തിരുനാൾ. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം എന്നത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. വ്യവസായം ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. ഈ ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അറിയാമോ? ബ്ലൂ കോളർ ജോബ് എന്ന്. ബ്ലൂ കോളർ തൊഴിലാളികൾ എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളാണ്. ബ്ലൂ കോളർ തൊഴിലാളികൾ. ബ്ലൂ കോളർ തൊഴിലാളികൾ. ഓക്കെ. അടുത്തത്, ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ്. ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗിന്റെ സ്മാരകം ഭഗത് സിംഗ് ചൗക്കാണ് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് കേട്ടോ. ലാഹോറിൽ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ്? ഭഗത് സിംഗിനെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് ഭഗത് സിംഗിനെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്ന പേര് കൊങ്കൺ തീരം എന്നാണ്. കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1 2015 ജനുവരി. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയുമാണ്. ഓക്കെ ആണോ? നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി, നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അടുത്തത്, നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന സാമ്രാജ്യം ഏതാണ്? നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന സാമ്രാജ്യമാണ്
വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യം. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? നോർത്തിങ്സ് എന്നത് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്. നോർത്തിങ്സ് തെക്ക് വടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നാണ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഓക്കെ. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ വികസനമാണ് ഹരിത വിപ്ലവം. കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ വികസനം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത് ലോക്പാൽ ആണ്. രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണ് കേട്ടോ. ലോക്പാൽ. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനസംരക്ഷകൻ എന്നാണ്. ജനസംരക്ഷകൻ. ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2014 2014 ജനുവരി 16 ലോക്പാൽ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. ഓക്കെ. അടുത്തത്, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ് കേട്ടോ. ഖരാവസ്ഥയിലാണ്. മാൻഡിലിന് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് കാമ്പ്. മാൻഡിലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന പാളിയാണ് കാമ്പ്. ഇത് ഭൂമിയുടെ മൂന്നാമത്തെ പാളിയാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണിത്. ഭൂമിയുടെ കേന്ദ്രഭാഗം. ബാരിസ്ഫിയർ എന്നറിയപ്പെടുന്നതും ഈ ഒരു ഭാഗമാണ്. ബാരിസ്ഫിയർ എന്നറിയപ്പെടുന്നതും ഈ ഒരു ഭാഗമാണ്. ഓക്കെ. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012 2012. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 2012 നവംബർ 14. ഓക്കെ. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ് കേട്ടോ. ആസാം. അടുത്തത്, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചതാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ അറിയപ്പെടുന്ന ഒരു പേരറിയാമോ? കേരള ലിങ്കൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. ഇദ്ദേഹമാണ് അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ഓക്കെ. അടുത്തത്, 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇപ്പോഴത്തെ പേര്, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്?
പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്നത് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. പേശികൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് മയോജെനിസിസ്. ഓക്കെ, പേശികൾ രൂപം കൊള്ളുന്ന പ്രവർത്തനം മയോജെനിസിസ്. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ ആണ്. ഇനി പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ആക്ടിൻ, മയോസിൻ എന്നിവ. ആക്ടിനും മയോസിനും പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ്. പേശികൾക്ക് നിറം നൽകുന്നത് എന്താണ്? മയോഗ്ലോബിൻ ആണ്. പേശികൾ രൂപം കൊള്ളുന്ന പ്രവർത്തനമാണ് മയോജെനിസിസ്. പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ആക്ടിൻ, മയോസിൻ എന്നിവ. ഓക്കെ ആണല്ലോ. പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ എന്നത്. ഓക്കെ, അടുത്തത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ് കേട്ടോ. തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇതാണ് യുവത്വ ഹോർമോൺ. ഓക്കെ, ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ്. കാൾ ലിനേയസ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ്. ഇദ്ദേഹമാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. കാൾ ലിനേയസ് ആണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഏതൊക്കെയാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും. ഓക്കെ ആണല്ലോ. അടുത്തത് മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത അത് യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. യഥാർത്ഥവും തലതിരിഞ്ഞതും. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന. റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കുള്ള നാഡിയാണ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് റെറ്റിനയിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കുള്ള നാഡിയാണ് ഒപ്റ്റിക് നെർവ്. കണ്ണിൽ അടുത്തത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. ഫെർമി ആറ്റത്തിന്റെ ആരമനുസരിച്ചാണ് ആറ്റോമിക് വലിപ്പം നിർണ്ണയിക്കുന്നത്. ഒരു ആറ്റത്തിന്റെ ആരമനുസരിച്ചാണ് ആറ്റോമിക് വലിപ്പം നിർണ്ണയിക്കപ്പെടുന്നത്. ആറ്റോമിക് ആരത്തിന്റെ യൂണിറ്റ് എന്താണ്? അത് ആങ്സ്ട്രം ആണ് കേട്ടോ. ആറ്റോമിക് ആരത്തിന്റെ യൂണിറ്റ് ആംസ്ട്രം ആണ്. അതുപോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. ആറ്റോമിക് ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏതാണ്? ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ് കേട്ടോ. പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം എന്താണ്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനമാണ് ഫ്യൂഷൻ പ്രവർത്തനം. ഫ്യൂഷൻ പ്രവർത്തനം. സൂര്യനിലും നക്ഷത്രങ്ങളിലും ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ പ്രവർത്തനമാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും വികിരണോർജം കിട്ടുന്നതിന് കാരണമായിട്ടുള്ള പ്രവർത്തനം. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ വാതകം ഈ കൂട്ടത്തിൽ പെടുന്നില്ല. പുലയരുടെ ഉന്നമനത്തിനായി അയ്യങ്കാളി രൂപീകരിച്ച സംഘടന ഏതാണ്? പുലയരുടെ ഉന്നമനത്തിനായി അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന യോഗം. സാധുജന പരിപാലന യോഗം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് നോവലിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം. ആനന്ദമഠം. ആനി ബസന്റ് ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ പ്രസ്ഥാനം ഏതാണ്? ആനി ബസന്റ് ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം.
സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആരുടെ വാക്കുകളാണ്? സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരു. റെയിൽപാതകൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ ആയാൽ പറയുന്ന പേര് എന്താണ്? നാരോ ഗേജ് എന്നാണ് കേട്ടോ. നാരോ ഗേജ്. റെയിൽപാതകൾ തമ്മിലുള്ള അകലം 0.762 മീറ്റർ ആയാൽ പറയുന്ന പേര് നാരോ ഗേജ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുവസ്ത്ര നിർമ്മാണശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുവസ്ത്ര നിർമ്മാണശാല സ്ഥാപിച്ചത് ഹൗറയിലാണ്. ഹൗറ. ഇന്ത്യൻ വിഭജനത്തിന്റെ ഭൂപടം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ വിഭജനത്തിന്റെ ഭൂപടം തയ്യാറാക്കിയ വ്യക്തി സിറിൽ റാഡ്ക്ലിഫ് ആണ്. സിറിൽ റാഡ്ക്ലിഫ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ദി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദി ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് KM പണിക്കർ. KM പണിക്കർ. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യം വെച്ച് VT ഭട്ടതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യം വെച്ച് VT ഭട്ടതിരിപ്പാട് രചിച്ച കൃതിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വേദപഠനത്തിനും ഈശ്വരാരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേദപഠനത്തിനും ഈശ്വരാരാധനയ്ക്കും അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാനത്തെ പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ് കേട്ടോ. ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവർ. സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ്? ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. പഴശ്ശിരാജ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്നും പൈച്ചി രാജ എന്നും അറിയപ്പെട്ടിരുന്നതും പഴശ്ശിരാജയാണ്. കൊട്ടിയോട്ട് രാജ, പൈച്ചി രാജ, കേരള സിംഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് അലഹബാദ് ഹാൽഡിയ. അലഹബാദ് ഹാൽഡിയ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ഹാൽഡിയയാണ്. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് കേട്ടോ. CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എന്നത് 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിതയാരാണ്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ്. ടെസി തോമസ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞയും എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഡയറക്ടർ ജനറലും പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷനിലെ അഗ്നി 4 മിസൈലിന്റെ മുൻ പ്രൊജക്ട് ഡയറക്ടറുമാണ് ടെസി തോമസ്. ടെസി തോമസ്.
കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശമാണ്. മരുപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രദേശമാണ് മരുപ്രദേശം. ഓക്കെ. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബാന്തൂങ് സമ്മേളനം. ബാന്തൂങ് സമ്മേളനം. ബാന്തൂങ് സമ്മേളനം. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്നത് 1961 കേട്ടോ. 1961. ആദ്യ സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.